ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇനി നമുക്ക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാത്തിലും ലൈഫ് പ്രോസസ്സായിട്ടുള്ള ന്യൂട്രീഷനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ, ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനിൽ തന്നെ ഹോളോസോയിക് ന്യൂട്രീഷൻ, സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ, ദെൻ പാരാസൈറ്റിക് ന്യൂട്രീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡൈജഷൻ ഡിസ്കസ് ചെയ്തു, ഡൈജഷൻ ഇൻ ഹ്യൂമൻസ്. ഇനി നമുക്ക് അടുത്ത ഒരു ലൈഫ് പ്രോസസ്സായിട്ടുള്ള റെസ്പിറേഷനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇൻ ദി പ്രീവിയസ് സെക്ഷൻ ഓൾറെഡി ഐ ടോൾഡ് യു ദാറ്റ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ സെല്ലിൽ വെച്ചിട്ട് ഓക്സിജൻ യൂസ് ചെയ്തിട്ട് ഗ്ലൂക്കോസിൻ്റെ ബ്രേക്ക് ഡൗൺ അല്ലേ, അതായിരുന്നു നമ്മൾ ന്യൂട്രീഷനിൽ നമ്മൾ ഡൈജഷൻ ഇൻ ഹ്യൂമൻ ബീങ്സിൽ ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻ ബീങ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് നമ്മൾ ഇൻട്രൊഡക്ടറി പാർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഈ റെസ്പിറേഷൻ എന്ന് പറയുന്നത് പല ഓർഗാനിസത്തിലും വിവിധ രീതിയിലായിരിക്കും. ചിലരിൽ ഓക്സിജൻ യൂസ് ചെയ്തിട്ടായിരിക്കും, ചിലരിൽ വിത്തൗട്ട് ഓക്സിജൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. We have discussed nutrition in organism in the last section. The food material taken in during the process of nutrition, അതായത് നമ്മൾ ന്യൂട്രീഷൻ്റെ സമയത്ത് നമ്മുടെ അകത്തേക്ക് എടുത്തിരിക്കുന്ന ഫുഡ് മെറ്റീരിയലാണ് എവിടെ യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ഇൻ സെൽസ് ടു പ്രൊവൈഡ് എനർജി ഫോർ വേരിയസ് ലൈഫ് പ്രോസസ്സ്. നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന വേരിയസ് ലൈഫ് പ്രോസസ്സ് ഉണ്ട് അല്ലേ, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്ക്രീഷൻ, ഡൈജഷൻ, ഇങ്ങനെ ഒരുപാട് ലൈഫ് പ്രോസസ്സസ് നമ്മളെ ബോഡിയുടെ അകത്ത് നടക്കുന്നുണ്ട്. അപ്പം ഈ ലൈഫ് പ്രോസസ്സിൻ്റെ ആക്ടിവിറ്റീസിന് എനർജി ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. സോ വാട്ട് എവർ ദി ഫുഡ് മെറ്റീരിയൽ വി ടേക്കൺ ഇൻ ഡ്യൂറിങ് ദി പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ, ന്യൂട്രീഷൻ സമയത്ത് നമ്മൾ ഏത് ടൈപ്പ് ഫുഡ് മെറ്റീരിയലാണോ അകത്തേക്ക് എടുക്കുന്നത്, ഇതെവിടെ വെച്ചിട്ടാണ് യൂസ്ഡ് അപ്പ് ആവുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് അപ്പ് ഇൻ ദി സെൽ ഫോർ ടു പ്രൊവൈഡ് എനർജി അല്ലേ. എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സെൽസിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, യൂസപ്പ് ചെയ്യുന്നത്. ഡൈവേഴ്സ് ഓർഗാനിസംസ് ഡു ദിസ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. ഞാൻ പറഞ്ഞു വി ക്യാൻ ഒബ്സർവ് ലോട്ട്സ് ഓഫ് ഓർഗാനിസം അറൗണ്ട് അസ് അല്ലേ. പലതരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. മൈക്രോ ഓർഗാനിസംസ് ആർ ദർ, പ്ലാന്റ്സ് ആർ ദർ, ആനിമൽസ് ആർ ദർ അല്ലേ. ഒരുപാട് ടൈപ്പ് ഓർഗാനിസംസ്, നമ്മുടെ ലിവിങ് ഓർഗാനിസം നമ്മുടെ ചുറ്റുപാടും ഉണ്ട് അല്ലേ. സോ ഡൈവേഴ്സ് ഓർഗാനിസം, ഈച്ച് ഡിഫറെൻറ്റ് ഓർഗാനിസം ചൂസ് ഡിഫറെൻറ്റ് വേയ്സ്. ഓക്കെ, ഇത് ഈ എനർജി ഉണ്ടാക്കുന്നത് വിവിധ രീതിയിലായിരിക്കും. സം യൂസ് ഓക്സിജൻ ടു ബ്രേക്ക് ഡൗൺ ഗ്ലൂക്കോസ് കംപ്ലീറ്റ്ലി, അതായത് ചില ഓർഗാനിസംസ് ഓക്സിജൻ യൂസ് ചെയ്തിട്ട് ഗ്ലൂക്കോസിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യിക്കും. ഓക്കെ, ഇൻറ്റു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, നമ്മൾ എനർജി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ യൂസ് ചെയ്ത് എനർജി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റ്സ് ആണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ഓക്കെ, ഇനി സം യൂസ് അതർ പാത്വേസ് ദാറ്റ് ഡു നോട്ട് ഇൻവോൾവ് ഓക്സിജൻ, അതായത് മറ്റു ചില ഓർഗാനിസത്തിനെ നോക്കുകയാണെങ്കിൽ അവരെന്താ ചെയ്യുന്നത്, ദ ഡു നോട്ട് യൂസ് ദി ഓക്സിജൻ. ഓക്കെ, without using oxygen they will prepare the energy. ഓക്കെ, അപ്പം ഇൻ ഓൾ കേസസ് ഇതിപ്പോൾ രണ്ട് തരത്തിലായിക്കോട്ടെ, ഇപ്പോൾ ഓക്സിജൻ യൂസ് ചെയ്തിട്ടായിക്കോട്ടെ, ഓക്സിജൻ യൂസ് ചെയ്യാതെ ആയിക്കോട്ടെ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദി ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ്. രണ്ടെണ്ണാണെങ്കിലും രണ്ട് തരത്തിലാണെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടെണ്ണത്തിലും സെയിം ആയിരിക്കും. അതെന്താണ്, ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ്. അതിപ്പം ഓർഗാനിസം that utilize the oxygen ആയിക്കോട്ടെ, ഓർഗാനിസം that do not utilize the oxygen ആയിക്കോട്ടെ, the first step is breakdown of the glucose. അപ്പോൾ നമുക്കറിയാം ഗ്ലൂക്കോസ് ഈസ് എ 6 കാർബൺ മോളിക്യൂൾ അല്ലേ, ഒരു 6 കാർബൺ മോളിക്യൂളാണ് നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ഇതിലേക്കാണ്, ഇൻറ്റു എ 3 കാർബൺ മോളിക്യൂൾ, അതായത് 6 കാർബൺ മോളിക്യൂൾ ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ നമ്മളൊരു 3 കാർബൺ മോളിക്യൂൾ ആയിട്ടുള്ള പൈറുവേറ്റ് ആയിട്ടാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്
നടക്കുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ്. മറന്നു പോകരുത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ഇൻ എവറി ഓർഗാനിസം ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി സൈറ്റോപ്ലാസം. ഏതൊരു ഓർഗാനിസം ആയിക്കോട്ടെ, അത് ഏത് രീതിയിലുള്ള ബ്രേക്ക് ഡൗൺ ആയിക്കോട്ടെ, ഓക്സിജൻ യൂസ് ചെയ്തിട്ടോ ഓക്സിജൻ യൂസ് ചെയ്യാതെയോ ആയിക്കോട്ടെ, അതിൽ ബ്രേക്ക് ഡൗൺ, അതായത് 6 കാർബൺ ആയിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ 3 കാർബൺ ആയിട്ടുള്ള പൈറുവേറ്റ് ആയിട്ട് മാറുന്ന ആ ബ്രേക്ക് ഡൗൺ പ്രോസസ്സ് നടക്കുന്നത് സെല്ലിലെ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്. ഓക്കെ. ഫർദർ ദ പൈറുവേറ്റ് മേ ബി കൺവേർട്ടഡ് ഇൻ ടു എത്തനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം ഓക്സിജൻ യൂസ് ചെയ്യാത്ത ഓർഗാനിസത്തിൽ എനർജിയുടെ കൂടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ്സ് ആണ് ഏതൊക്കെ? എത്തനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ യൂസ് ചെയ്തിട്ടാണെങ്കിൽ എനർജിയുടെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് ഉണ്ടാവുന്നതെങ്കിൽ, ഓക്സിജൻ യൂസ് ചെയ്യാത്തതിൽ എനർജിയും എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡുമാണ് പ്രോഡക്റ്റായിട്സ് കിട്ടുന്നത്. ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ ഈസ്റ്റ്. ഇതിനൊരു എക്സാമ്പിളാണ്, ഇത്തരത്തിലുള്ളൊരു ഓർഗാനിസത്തിൻ്റെ എക്സാമ്പിളാണ് ആര്? ഈസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഫെർമെൻറ്റേഷൻ ടൈമിൽ എത്തനോൾ ഫോം ചെയ്യുന്നതിനുള്ള കാരണം ഈ ഫെർമെൻറ്റേഷൻ, അതായത് ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ്, ഈ മൈക്രോ ഓർഗാനിസം ഈസ്റ്റ് എന്ത് പ്രിപ്പയർ ചെയ്യാണ്? എനർജി പ്രിപ്പയർ ചെയ്യാണ് വിത്തൗട്ട് ദി യൂസ് ഓഫ് ഓക്സിജൻ. ആ സമയത്താണ് എന്ത് ഫോം ചെയ്യുന്നത്? ഈ എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നത്. സിൻസ് ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ ഇത് നടക്കുന്നത് അതിൻ്റെ ഓക്സിജൻ്റെ ആബ്സെൻസിലാണ്. ഓക്കെ. അപ്പോൾ 2 ടൈപ്പ് റെസ്പിറേഷൻ ഉണ്ട്. ഓക്സിജൻ്റെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ബ്രേക്ക് ഡൗൺ നടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ് എനർജി പ്രിപ്പറേഷനെങ്കിൽ അതിനെ നമ്മൾ എയ്റോബിക് റെസ്പിറേഷൻ എന്നാണ് വിളിക്കുക. ബട്ട് if you are using it without oxygen, it is called anaerobic respiration. അപ്പോൾ 2 ടൈപ്പ് റെസ്പിറേഷൻ ഉണ്ട്, എയറോബിക് ആൻഡ് അനൈറോബിക് റെസ്പിറേഷൻ. എയറോബിക് പേരിൽ തന്നെയുണ്ട്, യൂസ് ഓഫ് ഓക്സിജൻ. അനൈറോബിക് വിത്തൗട്ട് എയർ. ഓക്കെ, ദാറ്റ് ഈസ് അനൈറോബിക്. ഇനി എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യൂസ് ഓഫ് ഓക്സിജൻ അല്ലേ? ബ്രേക്ക് ഡൗൺ ഓഫ് പൈറുവേറ്റ്, അതായത് നമ്മൾ 3 കാർബൺ മോളിക്യൂളാക്കി മാറ്റിയ പൈറുവേറ്റിൻ്റെ ബ്രേക്ക് ഡൗൺ ഇഫ് ഇറ്റ് ഈസ് യൂസിങ് ദി ഓക്സിജൻ, അത് ഓക്സിജൻ യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ മൈറ്റോകോൺട്രിയ. അത് സെല്ലിലെ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ. ദിസ് പ്രോസസ് ബ്രേക്ക് അപ്പ് ദി 3 കാർബൺ പൈറുവേറ്റ് മോളിക്യൂൾ to give 3 molecule of carbon dioxide. ഓക്കെ. അങ്ങനെ ഓക്സിജൻ യൂസ് ചെയ്തിട്ട് നടത്തുന്ന ഈ എയറോബിക് റെസ്പിറേഷനിൽ 3 കാർബൺ പൈറുവേറ്റ് പിന്നെയും എന്തായിട്ടാണ് ഡിവൈഡ് ആവുന്നത്, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവുന്നത്? 3 മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാണ്. ഓക്കെ. പിന്നെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. അതുകൊണ്ട് ഈ പ്രോസസ്സിന് നമ്മൾ എയറോബിക് റെസ്പിറേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ. ദാറ്റ് മീൻസ് with the presence of oxygen, the 6 carbon glucose will be broken down into 3 carbon pyruvate in the cytoplasm. Then it is break down into carbon dioxide, which is a 3 carbon molecule, and water in the mitochondria of the cell using oxygen, and that respiration is called aerobic respiration. Okay. The release of energy in this aerobic process is a lot greater than in the anaerobic process. അപ്പം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് 2 ടൈപ്പ് റെസ്പിറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, എയറോബിക് റെസ്പിറേഷനും അനൈറോബിക് റെസ്പിറേഷനും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം 2ലും എനർജി പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഗ്രേറ്റർ ഇൻ ദി എയറോബിക് റെസ്പിറേഷൻ. ഓക്സിജൻ യൂസ് ചെയ്തിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ ബ്രേക്ക് ഡൗണിൽ കൂടെ ഉണ്ടാകുന്ന എനർജിയാണ് നമ്മുടെ അനൈറോബിക് റെസ്പിറേഷനെക്കാട്ടും ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. സംടൈംസ് വെൻ ദർ ഇസ് എ ലാക്ക് ഓഫ് ഓക്സിജൻ ഇൻ അവർ മസിൽ സെൽ. അപ്പോൾ ഇനി ഒരു മൂന്നാമതൊരു അനൈറോബിക് റെസ്പിറേഷനും കൂടെ ഉണ്ട്. അതായത് നമ്മുടെ മസിൽ സെൽസിൽ ഓക്സിജൻ്റെ ലഭ്യത കുറവ് ഉണ്ടാകുന്ന സമയത്ത്, വെൻ ദർ ഇസ് എ ലാക്ക് ഓഫ് ഓക്സിജൻ ഇൻ അവർ മസിൽ സെൽ,
മസിൽ ക്രാംസ് ഒക്കേഴ്സ് അല്ലേ നമ്മുടെ ബോഡിയിൽ ചില സമയത്ത് വെൻ വി ആർ ഡൂയിങ് വിഗേറസ് എക്സസൈസ് ഓക്കെ റണ്ണിങ് വാക്കിംഗ് വട്ടെവർ ഇറ്റ് ഈസ് നമ്മൾ എന്ത് തന്നെ ആയിക്കോട്ടെ നല്ല കഠിനമായി അധ്വാനിക്കുന്നൊക്കെ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഓടുന്നൊക്കെ സമയത്ത് അല്ലെങ്കിൽ നന്നായിട്ട് അധ്വാനിക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് മസിൽ ക്രാംസ് ഒക്കേഴ്സ് റൈറ്റ് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് അങ്ങനെ മസിൽ കൊളത്തി പിടിക്കുന്നത്. അപ്പോൾ ഇതിന് കാരണം നമ്മുടെ മസിൽ സെൽസിൽ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ദിസ് പൈറുവേറ്റ് വിൽ ബി ബ്രേക്കൺ ഡൗൺ ഇൻ ടു ലാക്റ്റിക് ആസിഡ് ആൻഡ് എനർജി. ഓക്കെ, ലാക്റ്റിക് ആസിഡായിട്ട് മാറുന്നത് കൊണ്ടാണ്, അതായത് ഈ പൈറുവേറ്റിനെ ലാക്റ്റിക് ആസിഡായിട്ട് ബ്രേക്ക് ഡൗൺ ആവുന്നത് കൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ ലാക്റ്റിക് ആസിഡ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ആവാൻ തുടങ്ങും. അതായത് മസിൽ സെൽസിൽ ലാക്റ്റിക് ആസിഡ് കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ക്രാംസിന് കാരണം. ഓക്കെ, ഈ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു 3 കാർബൺ മോളിക്യൂൾ ആണ്. സോ ഞാൻ പറഞ്ഞു റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് എനർജി അല്ലേ. അതുകൊണ്ട് തന്നെ ഇത് എവിടെ വെച്ചാണ് നടക്കുന്നത്? നടക്കുന്നത് സെല്ലിൽ വെച്ചിട്ടാണ് അല്ലേ. എയറോബിക് ആണെങ്കിൽ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. എന്നാൽ അനേറോബിക് ആണെങ്കിൽ മസിൽ സെൽസിലും അതേപോലെ തന്നെ നമ്മുടെ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണെങ്കിൽ ഇത് നടക്കുന്നത് എവിടെ തന്നെയാണ്? സൈറ്റോപ്ലാസത്തിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, സോ എന്ത് തന്നെയായാലും ഇതെവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? സെല്ലിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ദ എനർജി റിലീസ്ഡ് ഡ്യൂറിങ് സെല്ലുലാർ റെസ്പിറേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് റെസ്പിറേഷന് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വിളിക്കാം. സെല്ലുലാർ റെസ്പിറേഷൻ ഈസ് ഇമ്മീഡിയറ്റ്ലി യൂസ്ഡ് ടു സിന്തസൈസ് എ മോളിക്യൂൾ കാൾഡ് ATP. ആ നമ്മുടെ സെല്ലിൽ വെച്ച് റിലീസായിരിക്കുന്ന എനർജീനെ പെട്ടെന്ന് തന്നെ എന്താക്കി മാറ്റുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് അപ്പ് ടു സിന്തസൈസ് എ മോളിക്യൂൾ കോൾഡ് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് ആക്കി മാറ്റും നമ്മുടെ എനർജീനെ. which is used to fuel all other activities in the cell. ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസിനും ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? പിന്നെ ഈ ATP ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സിൻസ് ദി എറോബിക് റെസ്പിറേഷൻ പാത്വേ ഡിപ്പെൻഡ്സ് ഓൺ ഓക്സിജൻ, എറോബിക് ഓർഗാനിസം നീഡ് ടു എൻഷുർ ദാറ്റ് ദർ ഈസ് സഫിഷ്യൻറ്റ് ഇൻടേക്ക് ഓഫ് ഓക്സിജൻ. അപ്പം എന്താ ഇവിടെ പറയുന്നത്? എറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഓക്സിജൻ അല്ലേ. ഓക്സിജൻ ഇല്ലാതെ എറോബിക് റെസ്പിറേഷൻ നടക്കില്ല. സോ എറോബിക് ഓർഗാനിസംസ്, അതായത് ഓക്സിജൻ യൂസ് ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് എറോബിക് ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പോൾ അവർ എന്ത് എൻഷുർ ചെയ്തിരിക്കണം? ദാറ്റ് ദർ ഈസ് എ സഫിഷ്യൻറ്റ് ഇൻടേക്ക് ഓഫ് ഓക്സിജൻ, സഫിഷ്യൻറ്റ് എമൗണ്ട് ആയിട്ടുള്ള ഓക്സിജൻ ഉണ്ടായിരിക്കണം എന്നുള്ളത്, അതിൻ്റെ ഓക്സിജൻ ലഭ്യത കുറവ് എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ആരും ഉറപ്പ് വരുത്തിയിരിക്കണം? നമ്മുടെ എയറോബിക് ഓർഗാനിസംസ് എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം. ഓക്കെ, നമുക്കറിയാം വി ഹാവ് സീൻ ദാറ്റ് പ്ലാന്റ്സ് എക്സ്ചേഞ്ച് ഗ്യാസസ് ത്രൂ സ്റ്റൊമാറ്റ അല്ലേ. പ്ലാന്റ്സ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്റ്റൊമാറ്റയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ദി ലാർജ് intercellular spaces ensure that all cells are in contact with air. ഇവിടെ പ്ലാന്റ്സിൽ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സ് വഴിയാണ് അല്ലേ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് പാസിംഗ് ഓഫ് ഗ്യാഷ്യസ് മോളിക്യൂൾ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ദി ലോവർ കോൺസെൻട്രേഷൻ, അതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിൽ ഡിഫ്യൂഷൻ വഴിയാണ് എന്ത് സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ ഓക്സിജൻ ആയിക്കോട്ടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, they can go into the cell or away from them out into the air. അപ്പോൾ ഡിഫ്യൂഷൻ്റെ പ്രോസസ്സ് വഴി അവർക്ക് they can go into the cell, അവർക്ക് സെല്ലിനകത്തേക്ക് പോവാം, away from them അല്ലെങ്കിൽ സെല്ലിന് പുറത്തേക്കും ആർക്ക് പോകാൻ പറ്റും? ഈ എയറിന് എന്ത് വഴി പോകാൻ പറ്റുന്നുണ്ട്? ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴി പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, the direction of diffusion depends upon environmental condition. അപ്പം നമ്മുടെ
പ്ലാന്റ്സിലുള്ള ഈ ഡിഫ്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന് എൻവിറോൺമെൻറ്റൽ കണ്ടീഷനെയാണ്, രണ്ട് റിക്വയർമെൻറ്റ് ഓഫ് ദി പ്ലാന്റ്. ഒന്നെന്ന് പറയുന്നത് എൻവിറോൺമെൻറ്റൽ കണ്ടീഷനും രണ്ടാമത്തേതെന്ന് പറയുന്നത് റിക്വയർമെൻറ്റ് ഓഫ് ദി പ്ലാന്റ്. ഓക്കെ, അപ്പം ഡേയും ഉണ്ട് നൈറ്റും ഉണ്ട് അല്ലേ. സോ ഇൻ വിച്ച് ടൈം ദ പ്ലാന്റ്സ് റെസ്പയർ? ഒക്കെ ആക്ച്വലി ഇറ്റ് ഈസ് ഡ്യൂറിങ് ദി നൈറ്റ് ടൈം. നൈറ്റ് ടൈമിലാണ് നമ്മൾ പ്ലാന്റ്സ് റെസ്പയർ ചെയ്യുക. ഡേ ടൈമിൽ പ്ലാന്റ്സ് എന്താണ് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസ് ആണ് നടത്തുന്നത്. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ലെറ്റ് us read it. At night when there is no photosynthesis, രാത്രി സമയത്ത് എന്തുണ്ടാവില്ല? ഫോട്ടോസിന്തസിസ് ഉണ്ടാവില്ല. കാരണം എന്താണ്? ബിക്കോസ് ദർ ഈസ് നോ സൺലൈറ്റ് അല്ലേ. സോ അറ്റ് നൈറ്റ് വെൻ ദർ ഈസ് നോ ഫോട്ടോസിന്തസിസ്, അവിടെ ഫോട്ടോസിന്തസിസ് നടന്നിട്ടില്ലെങ്കിൽ CO2 എലിമിനേഷൻ ഈസ് ദി മേജർ എക്സ്ചേഞ്ച് ആക്ടിവിറ്റി ഗോയിങ് ഓൺ. ഇപ്പോൾ ഒരു പ്ലാന്റിൽ നൈറ്റ് ടൈമിൽ ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് നടന്നിട്ടില്ലെങ്കിൽ അവിടെ നടക്കുന്ന മേജർ പ്രോസസ്സ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതായത് എലിമിനേഷൻ ഓഫ് ദി കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അതായത് ഓക്സിജൻ ഇൻഹെയിൽ ചെയ്യുന്നതും കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് എന്ത്? റെസ്പിറേഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ ഓൺ ഡ്യൂറിങ് ഡേ ടൈം CO2 generated during respiration is used for photosynthesis. ഇന്ന് ഡേ ടൈമിലോ ഈ നൈറ്റ് ടൈമിലും ഈ പ്ലാന്റ്സ് ഉണ്ടാക്കിയിരിക്കുന്ന CO2 എന്താണ് അവർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് അപ്പ് ഫോർ ദി ഫോട്ടോസിന്തസിസ്. അതറിയാം, ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് അവർ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ യൂസ് ചെയ്യുകയും ഓക്സിജനെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹെൻസ് ദർ ഈസ് നോ CO2 റിലീസ്ഡ്. അപ്പോൾ CO2 എപ്പോൾ റിലീസ് ആവുന്നില്ല? ഫോട്ടോസിന്തസിസിൻ്റെ ഡേ ടൈമിൽ റിലീസ് ആവുന്നില്ല. ഇൻസ്റ്റഡ് ഓക്സിജൻ റിലീസസ് ദി മേജർ ഇവൻ്റ് അറ്റ് ദിസ് ടൈം. അപ്പോൾ ഇതിൽ ഏറ്റവും ആരെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്? ഇവിടെ ഓക്സിജനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആനിമൽസ് ഹാവ് ഇവോൾവ്ഡ് ഡിഫറെൻറ്റ് ഓർഗൻസ് ഫോർ ദി അപ്ടേക്ക് ഓഫ് ഓക്സിജൻ ഫ്രം ദി എൻവിറോൺമെൻറ്റ്. ഓക്കെ, ആനിമൽസ് തന്നെ പല തരത്തിലുള്ളതുണ്ട് അല്ലേ. അപ്പോൾ പല ആനിമൽസിലും അതിൻ്റെ ഓർഗൻസ് ദേ ഹാവ് ഡിഫറെൻറ്റ് ഓർഗൻസ്. അവർക്ക് പല രീതിയിലുള്ള ഓർഗൻസാണ് ഓക്സിജനെ എടുക്കാനായിട്ട്, ഓക്സിജൻ അപ്ടേക്കിന് വേണ്ടിയിട്ട് ഉള്ളത്. ഓക്കെ, ആൻഡ് ഓൾസോ ഫോർ ഗെറ്റിംഗ് റിഡ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ എടുക്കാനും. അതായത് റെസ്പിറേഷന് ഡിഫറെൻറ്റ് ഓർഗൻസ് ആണ് ഡിഫറെൻറ്റ് ഓർഗാനിസത്തിന് ഉള്ളത്. ടെറസ്ട്രിയൽ ആനിമൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദോസ് വിച്ച് ലിവ്സ് ഓൺ ദി ലാൻഡ് അല്ലേ. ലാൻഡിൽ ജീവിക്കുന്ന ആനിമൽസിനെയാണ് ടെറസ്ട്രിയൽ ആനിമൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ക്യാൻ ബ്രീത്ത് ദി ഓക്സിജൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ. അവർ എങ്ങനത്തെയുള്ള ഓക്സിജനാണ് ബ്രീത്ത് ചെയ്യുന്നത്? അതായത് അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനെയാണ് ടെറസ്ട്രിയൽ ഓർഗാനിസംസ് ബ്രീത്ത് ചെയ്യുന്നത്. പക്ഷേ വാട്ടറിലുള്ള അക്വാട്ടിക് ഓർഗാനിസംസ് എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നത്? ദേ നീഡ് ടു യൂസ് ദി ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടറിൽ ഡിസോൾവ്ഡ് ആയിരിക്കുന്ന ഓക്സിജനെയാണ് അക്വാട്ടിക് ആനിമൽസ് യൂസ് ചെയ്യുന്നത്. Since the amount of dissolved oxygen is fairly low compared to the amount of oxygen in the air, the rate of breathing in aquatic organism is much faster than that seen in terrestrial organism. ടെറസ്ട്രിയൽ ഓർഗാനിസത്തിൽ കാണുന്നതിനെക്കാട്ടും സ്പീഡ് കൂടുതലായിരിക്കും. അതായത് അതിൻ്റെ ബ്രീത്തിങ് റേറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ അക്വാട്ടിക് ആനിമൽസിൽ ടെറസ്ട്രിയൽ ആനിമൽസിനെ അപേക്ഷിച്ച് ബ്രീത്തിങ് റേറ്റ് എന്താണ്? കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക്, അതായത് ടെറസ്ട്രിയൽ ഓർഗാനിസത്തിന് ഓക്സിജൻ ഡയറക്റ്റായിട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഓക്സിജൻ്റെ അളവെന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിൽ വാട്ടറിനെ അപേക്ഷിച്ചിട്ട് ഏറ്റവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അക്വാട്ടിക് ആനിമൽസിൻ്റെ ബ്രീത്തിങ് റേറ്റ് കൂടുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഡിസോൾവ്ഡ് ഓക്സിജൻ എടുക്കുന്നത് എവിടെ നിന്നാണ്? വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജനെയാണ് എടുക്കുന്നത്. അപ്പം ആ ഓക്സിജൻ്റെ അളവെന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജനെക്കാട്ടും ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രീത്തിങ് റേറ്റ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റർ ആയിരിക്കും.
ഫിഷസ് ടേക്സ് ഇൻ വാട്ടർ ത്രൂ ദി മൗത്ത്. ഓക്കെ, ഫിഷസ് എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നത്? അവർ ഈ വാട്ടർ മൗത്തിലൂടെ എടുക്കുകയും ആൻഡ് ഫോഴ്സ് ഇറ്റ് പാസ് ദി ഗിൽസ് വേർ ദി ഡിസോൾവ്ഡ് ഓക്സിജൻ ഈസ് ടേക്കൺ അപ്പ് ബൈ ബ്ലഡ്. അവർ മൗത്തിലൂടെ എടുത്തിട്ട് വെള്ളം പുറത്തേക്ക് കളയും, ഗിൽസിലൂടെ ഓക്സിജനെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ടെറസ്ട്രിയൽ ഓർഗാനിസം യൂസ് ഓക്സിജൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ. ലാൻഡ് ആനിമൽസ് എപ്പോഴും അറ്റ്മോസ്ഫിയറിക് ഓക്സിജനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദിസ് ഓക്സിജൻ ഈസ് അബ്സോർബ്ഡ് ബൈ ഡിഫറെൻറ്റ് ഓർഗൻസ്. ഈ ഓക്സിജൻ എന്ന് പറയുന്നത് അത് അവർ അബ്സോർബ് ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഓൾ ദീസ് ഓർഗൻസ് ഹാവ് എ സ്ട്രക്ചർ that increase the surface area which is in contact with the oxygen rich atmosphere. Since the exchange of oxygen and carbon dioxide has to take place across this surface is very fine and delicate. Okay, ഈ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും എക്സ്ചേഞ്ച് നടക്കുന്നത് കൊണ്ട് ഈ സർഫേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വെരി ഫൈൻ ആൻഡ് ഡെലിക്കേറ്റ് ആയിരിക്കും. ഇൻ ഓർഡർ ടു പ്രൊട്ടക്റ്റ് ദി സർഫേസ്, ഇനി ആ ഒരു സർഫേസ്, ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഓർഗനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഈസ് യൂഷ്വലി പ്ലേസ്ഡ് വിത്തിൻ ദി ബോഡി. അതെപ്പോഴും എവിടെയായിരിക്കും? നമ്മുടെ ബോഡിയുടെ അകത്തായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഡെലിക്കേറ്റ് അല്ലേ. സോ ദർ ഹാവ് ടു ബി പാസേജസ്. അപ്പോൾ അവിടേക്ക് എത്താൻ എന്തുണ്ടായിരിക്കണം? ഒരു പാസേജ് ഉണ്ടായിരിക്കണം. ദാറ്റ് വിൽ ടേക്ക് എയർ ടു ദിസ് ഏരിയ. അതാണ് നമ്മുടെ ആ ഏരിയയിലേക്ക് ഓക്സിജൻ അല്ലെങ്കിൽ എയറിനെ എത്തിക്കാനായിട്ട് സഹായിക്കുന്നത് ആ പാസേജ് ആയിരിക്കും. ഇൻ അഡീഷൻ ദർ ഈസ് എ മെക്കാനിക്കൽ ഫോർ മൂവിങ് ദി എയർ ഇൻ ആൻഡ് ഔട്ട്. ഓക്കെ, അവിടെ ഒരു മെക്കാനിസം ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ട്? എയറിനുള്ളിലേക്ക് എടുക്കാനും അതേപോലെ തന്നെ എയറിനെ പുറത്തേക്ക് വിടാനും ഒരു മെക്കാനിസം ഉണ്ടാവും. In human beings, air is taken into the body through the nostrils. Okay, human ബോഡിയിൽ ഓക്സിജൻ എടുക്കുന്നത് എങ്ങനെയാണ്? എയർ എങ്ങനെയാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്? ത്രൂ ദി നോസ്ട്രിൽസ്. ഓക്കെ, നോസ്ട്രിൽസ് അല്ലെങ്കിൽ നമ്മുടെ നോസ് ഹോൾസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? എയർ ഉള്ളിലേക്ക് എടുക്കുന്നത്. ദ എയർ പാസിംഗ് ത്രൂ ദി നോസ്ട്രിൽസ് ഈസ് ഫിൽട്ടേർഡ് ബൈ ഫൈൻ ഹെയർസ് ദാറ്റ് ലൈൻ ദി പാസേജ്. അപ്പോൾ ആ നോസ്ട്രിൽസിൻ്റെ ആ പാസേജിൽ എന്തുണ്ട്? ഫൈൻ ഹെയർസ് ഉണ്ട്. ഓക്കെ, സോ ആ ഹെയർസ് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമുക്കറിയാം നമ്മളെ എയർ എന്ന് പറയുന്നത് പൊല്യൂട്ടഡ് ആണല്ലേ. അപ്പോൾ ആ എയറിലുള്ള അൺവാണ്ടഡ് മെറ്റീരിയൽസിനൊക്കെ ഈ നോസ്ട്രിൽസിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദ ഫൈൻ ഹെയർസ്, ആ നോസ്ട്രിൽസിലുള്ള ഫൈൻ ഹെയർസാണ് ഇതിന് സഹായിക്കുന്നത്. ദ പാസേജ് ഈസ് ഓൾസോ ലൈൻഡ് വിത്ത് മ്യൂക്കസ്. ആ പാസേജ് എന്തും കൂടെ ഉണ്ട് ആ പാസേജിൽ? മ്യൂക്കസ് ഉണ്ട്. ഓക്കെ, ഈ മ്യൂക്കസും എന്തിനു സഹായിക്കുന്നു? ഈ ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഫ്രം ഹിയർ ദി എയർ പാസസ് ത്രൂ ദി ത്രോട്ട്. അവിടെ നിന്ന് എയർ എങ്ങോട്ട് പാസ് ചെയ്യുന്നു? ത്രോട്ടിലൂടെ ലങ്സിലേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി റിങ്സ് ഓഫ് കാർട്ടിലേജ് ആർ പ്രസൻറ്റ് ഇൻ ദി ത്രോട്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം റിങ്സ് ഓഫ് കാർട്ടിലേജ്. സോ റിങ്സ് ഓഫ് കാർട്ടിലേജ് ഈസ് പ്രസൻറ്റ് ഇൻ ദി ത്രോട്ട്. ദീസ് എൻഷുവേഴ്സ് ദാറ്റ് എയർ പാസേജ് ഡസ് നോട്ട് കൊളാപ്സ്. അതായത് എയർ പാസ് ചെയ്യാത്ത സമയത്ത് നമ്മുടെ ഈ ഒരു വിൻഡ് പൈപ്പ് കൊളാപ്സ് ആവാതെ സഹായിക്കുന്നത് ഈ റിങ്സ് ഓഫ് കാർട്ടിലേജ് ആണ്. ഓക്കെ, വിത്തിൻ ദി ലങ്സ് ദ പാസേജ് ഡിവൈഡ്സ് ഇൻടു സ്മോളർ ആൻഡ് സ്മോളർ ട്യൂബ്സ്. ഓക്കെ, ഈ പാസേജ് പിന്നെയും സ്മോളർ ആൻഡ് സ്മോളർ ട്യൂബ്സ് ആയിട്ട് എന്തു ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്നിട്ട് എവിടേക്ക് എത്തുന്നു? ആൻഡ് ഫൈനലി ടെർമിനേറ്റ് ഇൻ ബലൂൺ ലൈക്ക് സ്ട്രക്ചർ. അപ്പം ഇതിനെയാണ് നമ്മൾ ബലൂൺ ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ നമ്മുടെ ഈ പാസേജ് നോസ്ട്രിൽസിൽ നിന്ന് തുടങ്ങിയ പാസേജ് ആൽവിയോളയിലാണ് എത്തി നിൽക്കുന്നത്. ആൽവിയോള എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ബലൂൺ ലൈക്ക് സ്ട്രക്ചർ ദറ്റ് ഈസ് കോൾഡ് ആൽവിയോളൈ. ഓക്കെ, ദ ആൽവിയോളൈ പ്രൊവൈഡ് എ സർഫേസ്. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ ഓർഗാനിസത്തിലും ഒരു സർഫേസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദി ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. അപ്പം ഇവിടെ ഹ്യൂമൻസിൻ്റെ കേസിൽ ഈ ആൽവിയോളയാണ്
എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇറ്റ് പ്രൊവൈഡ് എ സർഫേസ് വേർ ദി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ക്യാൻ ടേക്സ് പ്ലേസ്. അപ്പം നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും എക്സ്ചേഞ്ച് നടക്കുന്നത് ഈ ആൽവിയോളയിൽ വെച്ചിട്ടാണ്. സോ ആൽവിയോളൈ ഈസ് ദി പ്ലേസ് വേർ ദി ഗ്യാസസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ്. ഓക്കെ. The walls of the alveoli contain extensive network of blood vessels. അപ്പോൾ ഈ ആൽവിയോളയിൽ എന്തുണ്ട്? അതിനെ ചുറ്റിക്കൊണ്ട് ഇഷ്ടം പോലെ ധാരാളം ബ്ലഡ് വെസൽസ് ഉണ്ട്. As we have seen in earlier years, when we breathe in, we lift our ribs. ഓക്കെ, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ, ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ റിബ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ലിഫ്റ്റ് അപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്ലാറ്റൻ അവർ ഡയഫ്രം. അന്നേരം എന്ത് ചെയ്യും? നമ്മുടെ ഡയഫ്രം ഫ്ലാറ്റൺ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പം റിബ്സ് ലിഫ്റ്റ് ചെയ്യും, അതേപോലെ ഡയഫ്രം ഫ്ലാറ്റൺ ചെയ്യും. ആൻഡ് ദ ചെസ്റ്റ് ക്യാവിറ്റി ബിക്കം ലാർജർ. അപ്പോൾ റിബ്സ് ലിഫ്റ്റ് അപ്പ് ചെയ്യുന്നത് കൊണ്ടും ഡയഫ്രം ഫ്ലാറ്റൺ ചെയ്യുന്നത് കൊണ്ടും നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റി എന്താവാൻ തുടങ്ങും? ലാർജർ ആവാൻ തുടങ്ങും. അതുകൊണ്ട് ആണ് ബിക്കോസ് ഓഫ് ദിസ് എയർ ഈസ് സക്ഡ് ഇൻ ടു ദി ലങ്സ്. അങ്ങനെയാണ് നമ്മുടെ ലങ്സിലേക്ക് എയർ വരുന്നത്. ആൻഡ് ഫിൽസ് ദി എക്സ്പാൻഡഡ് ആൽവിയോളൈ. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന ആൽവിയോളൈ ഫില്ലാവും. The blood brings carbon dioxide from the rest of the body. അപ്പോൾ ഞാൻ പറഞ്ഞു ആൽവിയോളയിൽ ബ്ലഡ് വെസൽസ് ഉണ്ടല്ലേ, എക്സ്റ്റെൻസീവ് നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പം ആൽവിയോളയിൽ ഓക്സിജൻ വന്ന് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിൽ, നമ്മുടെ ബോഡി പാർട്സിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡ് വെസൽസ് കൊണ്ടുവരും. Okay, and the blood brings carbon dioxide from the rest of the body for release into the alveoli. അപ്പോൾ അത് ആൽവിയോളിലേക്ക് റിലീസ് ചെയ്യാനായിട്ട് കൊണ്ടുവരും. ആൻഡ് ദി ഓക്സിജൻ ഇൻ ദി ആൽവിയോളാർ എയർ ഈസ് ടേക്കൺ അപ്പ് ബൈ ബ്ലഡ് ഇൻ ദി ആൽവിയോളാർ ബ്ലഡ് വെസൽസ് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ഓൾ ഓഫ് ദി സെൽസ് ഇൻ ദി ബോഡി. അതായത് ഓക്സിജനെ ആൽവിയോളയിൽ നിന്ന് ബ്ലഡിലേക്കും കാർബൺ ഡൈ ഓക്സൈഡിനെ ബ്ലഡിൽ നിന്ന് ആൽവിയോളയിലേക്കും എക്സ്ചേഞ്ച് ചെയ്യും. During the breathing cycle, when air is taken in and let out, the lungs always contain a residual volume. അതായത് ബ്രീത്തിങ്ങിൻ്റെ സമയത്തും ബ്രീത്ത് ഔട്ടിൻ്റെ സമയത്തും ലങ്സിൽ എന്തുണ്ട്? ഇറ്റ് കണ്ടെയ്ൻ എ റെസിഡ്യൽ വോളിയം. ഒരു റെസിഡ്യൽ വോളിയം ഉണ്ടാകും എപ്പോഴും നമ്മുടെ ലങ്സിൽ. സോ ദാറ്റ് ദർ ഈസ് സഫിഷ്യൻറ്റ് ടൈം ഫോർ ഓക്സിജൻ. സോ അതുകൊണ്ടാണ് അവിടെ എന്തുള്ളത്? സഫിഷ്യൻറ്റ് ടൈം ഫോർ ഓക്സിജൻ ടു ബി അബ്സോർബ്ഡ് ആൻഡ് ഫോർ ദി കാർബൺ ഡൈ ഓക്സൈഡ് ടു ബി റിലീസ്ഡ്. ഈ ഒരു റെസിഡിയൽ വോളിയം ഉള്ളത് കൊണ്ടാണ് ഓക്സിജൻ അബ്സോർപ്ഷനും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസിങ്ങിനും സഫിഷ്യൻറ്റ് ടൈം ലഭിക്കുന്നത്. ഓക്കെ. വെൻ ദി ബോഡി സൈസ് ഓഫ് ആനിമൽ ഈസ് ലാർജ്, the diffusion pressure alone cannot take care of oxygen delivery to all parts of the body. Instead, respiratory pigment take up oxygen from the air in the lungs and carry it to the tissues which are deficient in oxygen before releasing it. Okay. അപ്പം നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് ആരാണ്? റെസ്പിറേറ്ററി പിഗ്മെൻ്റ് ആണ്. ഏതാണ് റെസ്പിറേറ്ററി പിഗ്മെൻറ്റ്? ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ. ഇൻ ഹ്യൂമൻ ബീയിങ്സ് ദ റെസ്പിറേറ്ററി പിഗ്മെൻറ്റ് ഈസ് ഹീമോഗ്ലോബിൻ. ഹ്യൂമൻ ബീയിങ്സിൽ റെസ്പിറേറ്ററി പിഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ആണ്. അതിന് ഏറ്റവും കൂടുതൽ അഫിനിറ്റി ഉള്ളത് ആരോടാണ്? ഓക്സിജനോടാണ്. ഓക്കെ. ദിസ് പിഗ്മെൻറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദി RBC. ഈ പിഗ്മെൻറ്റ് ഏതിലാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്? RBCയിലാണ്. ഓക്കെ. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് മോർ സോല്യൂബിൾ ഇൻ വാട്ടർ ദാൻ ഓക്സിജൻ ആൻഡ് hence is mostly transported in the dissolved form in our blood.